ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. SFIയും മറ്റും AISFും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം, ഇവിടെ നടന്ന പോലീസിൻ്റെ ക്രൂരമായ അതിക്രമങ്ങൾ, നിയമലംഘനം, വേഷധാരികളായ പോലീസുകാർക്ക് പുറമേ വേഷപ്രച്ഛന്നരായ പോലീസുകാർ, അതല്ലെങ്കിൽ ഇവരുടെ ഗുണ്ടകൾ, ഇവർ വന്ന് നടത്തിയ അതിക്രമങ്ങളുണ്ട്. അത് പരിശോധിച്ച് യൂണിയൻ ഗവൺമെൻറ് നിയമലംഘനം നടത്തുക. അങ്ങനെ നിയമലംഘനം നടത്തിയ പോലീസുകാരെയും പോലീസുകാരോടൊപ്പം നിന്ന അക്രമികളെയും സംബന്ധിച്ച വിവരങ്ങൾ, അതിൻ്റെ ഫുട്ടേജുണ്ട്, ഷൂട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റും പറഞ്ഞത്. അദ്ദേഹം ഒന്ന് പറയുകയും പിന്നെ തിരുത്തി പറയുകയും ചെയ്യുന്ന ആളാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസുമാരൊക്കെ ഇങ്ങനെ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ എന്നെ വിളിച്ച് കോടതി അലക്ഷ്യത്തിന് നടപടി വേണേ സ്വീകരിക്കാം എന്ന ഒരു നിരീക്ഷണമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്രയൊക്കെ ഉത്തരവാദിത്വം കാണിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യം. എന്തായാലും അദ്ദേഹത്തിനോട്, ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയോട് നന്ദി പറയണം. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു പുതിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് അഭിജിത് ഡിക്കെ ആണെന്ന് നമുക്ക് തോന്നാമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില നിരീക്ഷണങ്ങൾ അല്ലേ, ആ നിരീക്ഷണങ്ങളെ തുടർന്നാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവർ, പാറ്റകളെപ്പോലെയും ചതിലുകളെപ്പോലെയൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ പാറ്റകളുടെ ഒരു സംഘടന ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അഭിജിത് ഡിക്കെ മുന്നോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം അവശേഷിക്കുകയാണ്. ജന്തർ മന്ദറിൽ നടന്ന അതിക്രമങ്ങൾ, അതിന് ഉത്തരവാദികളായവർ, അവരുടെ പേരിൽ നടപടി ഉണ്ടാവണം, അതിനുമേൽ അന്വേഷണം ഉണ്ടാവണം. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഇപ്പോഴും എടുത്തിട്ടില്ല, യാതൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ പുതിയ വിവരമായിരിക്കും ഇത്. ഡൽഹിയിൽ അഭിജിത് ഡിക്കെയും SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും മറ്റ് AISFിൻ്റെയും ICയുടെയും ഒക്കെ ആള് പരസ്പരം സംസാരിച്ചിട്ട് ഇന്ത്യയിലെ പ്രമുഖനായ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെ ജന്തർ മന്ദർ സമരം നടക്കുന്നതിനിടയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടെ കെട്ടയിച്ചു വിട്ട ക്രൂരമായ നിയമലംഘനങ്ങൾ, പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്ന നിയമലംഘനങ്ങൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം ഈ സമരരംഗത്തുള്ളവർ ഇപ്പോൾ കൂട്ടായിട്ട് ആലോചിച്ച് ഒരു അഭിപ്രായം രൂപീകരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് ഗോപാൽ ഗൗഡ, പ്രായമായിട്ട് ഓർമ്മ കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഗോപാല ഗൗഡ ജന്തർ മന്ദറിൽ നടന്ന സമാധാനപരമായ വിദ്യാർത്ഥി യുവജന സമരത്തിൻ്റെ നാളുകളിൽ അവിടെ നിയമലംഘനം നടത്തിയ, സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനികളെ കടന്നാക്രമിച്ച പോലീസുകാരും പോലീസുകാർക്കൊപ്പമുണ്ടായിരുന്ന അക്രമികൾ, ഗുണ്ടകൾ, അവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യം ജസ്റ്റിസ് ഗോപാല ഗൗഡ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകൾ കൂട്ടായിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് തന്നെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, കുറ്റവാളികളെക്കുറിച്ച് അന്വേഷിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഭാവിയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നിയമപാലകരാകേണ്ട ഇതിനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം നിലനിൽക്കുകയാണ്. ഇതിനെ പിരിച്ചുവിടാൻ ഇപ്പോഴും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ C, കമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അത് തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. അനുമോദിക്കുന്നു, സോനം വാൻചുക്കിനെ അനുമോദിക്കുന്നു. സമരരംഗത്ത് CJPക്കൊപ്പം നിന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഈ സംഘടനകളാണ് മുഖ്യമായും ജന്തർ മന്ദറിൽ
ഈ സമരത്തിൽ CJPക്കൊപ്പം അണിനിരന്ന് നിന്നത്. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കല, സാഹിത്യം, സിനിമ, സ്പോർട്സ് ഈ മേഖലകളിലെല്ലാമുള്ള നാടിൻ്റെ അഭിമാനഭാജനങ്ങളായ പ്രശസ്തരായ ഒട്ടനവധി പേർ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അവരെയെല്ലാം അഭിനന്ദിക്കാനും അവരോട് നന്ദി പ്രകാശിപ്പിക്കാനും കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഒരു വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിനകത്ത് വലിയ താല്പര്യമില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഒരു ഘട്ടം മുതൽ ജൂൺ 20-നാണ് ഈ സമരം ആരംഭിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവിടെ പോയിട്ടുണ്ട് ഈ നാളുകളിൽ. ശ്രീ രാഹുൽ ഗാന്ധി ഈ ജന്തർ മന്ദർ സമരകേന്ദ്രത്തിൽ ഇതുവരെ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയിട്ടുണ്ടോ? ഉണ്ടോ? പോയിട്ടില്ല. ഇനി ഞാനറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചത്. പോയിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കേണ്ടതില്ല. പാർലമെൻറ്റ് സഭ ജൂലൈ 20 തുടങ്ങുമ്പോൾ അവിടെ ഉന്നയിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർ ചർച്ച ചെയ്യും. അവിടെ എന്ത് അഭിപ്രായങ്ങളും പറയാം. പക്ഷേ ഇടതുപക്ഷ പാർട്ടികളാണ് ഈ വിദ്യാർത്ഥികളുടെ സമരം, അതാണ് ഒന്നാമതായിട്ട് അവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് ആവശ്യപ്പെട്ടത്. ഇനി നിങ്ങൾ അന്വേഷിക്കുക. അന്വേഷണ പത്രപ്രവർത്തകരാണല്ലോ നിങ്ങൾ. മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ എന്ത് നിലപാടാണ് എടുത്തത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല. അപ്പോൾ ഇത് ഈ ജന്തർ മന്ദറിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് അതിലെടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് ഒരു ഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. എന്നാൽ ജന്തർ മന്ദറിൽ നടന്ന സമരത്തെക്കുറിച്ച് പ്രതിപക്ഷത്തു നിന്ന് തന്നെ പലരും പല സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ആ സംശയങ്ങൾ ഉന്നയിച്ചതെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ സ്വാഭാവികമാണ്. സംശയം ഉന്നയിക്കാനുള്ള അവകാശം നമുക്കില്ലേ. ജനാധിപത്യ സ്വാതന്ത്ര്യം രാജ്യത്തുണ്ടാവണമെന്ന് പറയുമ്പോൾ സംശയങ്ങൾ ഉന്നയിക്കാനുള്ള ആവശ്യം സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ഖാർഗെയും മറ്റു കോൺഗ്രസ് എംപിമാരുമെല്ലാം യോജിച്ച് നീങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, അവിടെ ജോൺ ബ്രിട്ടാസും A. റഹീമും രാധാകൃഷ്ണനും ശിവദാസനും തമിഴ്നാട്ടിൽ നിന്നുള്ള സു വെങ്കടേശനും അമരാറാം എല്ലാ പ്രതിപക്ഷ എംപിമാരും ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ എംപിമാരുടെ ഒരു ശക്തമായ നീക്കം ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കുവഹിച്ചത്, വൈകിട്ടാണെങ്കിലും പങ്കുവഹിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുക തന്നെയാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനകത്ത് സംശയമില്ല. അല്ല, അതിൽ പ്രായമായവർക്ക് നല്ല നിലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണല്ലോ ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ. സാധാരണ 30 വയസ്സിലൊക്കെ എല്ലാം റിട്ടയർ ചെയ്യും. 39 വയസ്സുള്ള ലയണൽ മെസ്സി അർജൻറ്റീനിയൻ ടീമിനെ ഫൈനലിൽ വരെ കൊണ്ടുവന്നെത്തിച്ചു. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ 41-42 വയസ്സായി. അദ്ദേഹം കഴിഞ്ഞ 6 ലോകകപ്പുകളിലും ഗോളടിച്ചു, ഈ ലോകകപ്പിലും ഗോളടിച്ചു. അപ്പോൾ കഴിവും പ്രതിഭയും ഉണ്ടെങ്കിൽ പ്രായമൊന്നും പ്രശ്നമല്ല, പ്രായത്തെ മറികടക്കാൻ. പക്ഷേ പുതിയ തലമുറയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. പുതിയ തലമുറയെ കൂടി പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ട ജോലി പഴയ തലമുറ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. പരിചയസമ്പന്നത പ്രതിഫലിക്കുന്ന പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ, ഉശിരും ഉന്മേഷവും ത്യാഗസന്നദ്ധതയും ഒക്കെ വേണ്ടുമുള്ള പുതിയ തലമുറ ചെറുപ്പക്കാർ, ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു ചേരുവയാണ് രാജ്യത്തിന് ആവശ്യമെന്ന് ഈ സമരവും തെളിയിച്ചിരിക്കുന്നു. 72 വയസ്സായിട്ടുള്ള ഞാനും അവിടെ ഡൽഹിയിലുണ്ടായിരുന്ന ദിവസമെല്ലാം ഉണ്ടായിരുന്നു. അതിനേക്കാൾ പ്രായമുള്ള ഡി രാജ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരുപാട് നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു, പ്രായം ചെന്നവർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരണം.
അല്ല, ഈ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധം ഇല്ലാത്തവരും നല്ല തോതിലുണ്ട്, ബന്ധമുള്ളവരുമുണ്ട്. ഈ CJP-യിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ CJP-യുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകയായിട്ട് വന്ന ഒരു വളരെ മിടുമിടുക്കിയായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി SFIയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ SFIയും CJP-യും ഏതാണ്ട് ലയിച്ചു പോകാവുന്നതാണെന്നുള്ളൊരു സങ്കല്പം ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന പ്രയോഗമുണ്ടല്ലോ. പുതിയ പുതിയ പേരുകളും വരുന്നുണ്ട്, ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പുതിയത്. നമ്മളവിടെ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, പുതിയ പദങ്ങൾ വരും. ആ സമൂഹത്തിന് ചില സവിശേഷതകളുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. അവരെ പൊതുവിലോ ഇവരൊന്നും ഗൗരവമുള്ള രാഷ്ട്രീയമൊന്നും ഉള്ളവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു പ്രവണത എൻ്റെ പ്രായത്തിലൊക്കെ പെട്ട പലർക്കും ഉണ്ട്. എന്നാൽ നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ, വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവർ മുഴുവൻ സജീവമായിരുന്നു. ഞാൻ ചില അഭയാർത്ഥി ക്യാമ്പുകളിലും ഭക്ഷണം കൊടുക്കുന്നതും ചെന്നപ്പോൾ പ്രായം ചെന്ന് ചിലർ സഖാവി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനകത്തുണ്ടില്ല? ഇല്ലില്ല, ഞാനല്ല, എൻ്റെ മോള്, അവൾ താണ്ട് രാത്രി 11:30 മണിയായി പോകാമെന്ന് പറഞ്ഞാൽ, അച്ഛാ എനിക്ക് ഞാൻ 12 മണിക്ക് വരാം, അത്രയും തന്നെ ജോലിയുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമാണ്. അപ്പം രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലും പുതിയ തലമുറ നമ്മൾ മനസ്സിലാക്കാത്ത തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം കാര്യങ്ങൾ ഉൾക്കൊണ്ട് സജീവമായി പ്രതികരിക്കുന്ന ഒരു പ്രവണത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. മംദാനിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത് ഈ പുതിയ ചെറുപ്പക്കാരുടെ തലമുറയാണ്. ന്യൂയോർക്ക് മേയർ സ്ഥാനത്ത്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട പുതിയ വിഷയങ്ങളുണ്ട്. അത് ഈ സമര വിജയത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട, ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അവിടെ അവിടെ പോകുമ്പോൾ പലരും വന്ന് പരിചയപ്പെടുമ്പോൾ എവിടുന്നാണ് വരുന്നത്? വിജയവാഡയിൽ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ആര് കൊണ്ടുവന്നു? ഞങ്ങളിങ്ങനെ പോന്നു. എൻ്റെ ചില കൂട്ടുകാരുടെ മക്കൾ ഇതേപോലെ കേരളത്തിൽ നിന്ന്, സഖാവേദാണ്ട് അവൾ ഒരു മോളാണ്, ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോകാമെന്ന് പറയുന്നു. എന്ത് വേണം? ഞാൻ ഒരു കുഴപ്പമില്ല, അവൾ പോട്ടെ. അപ്പം വളരെ ആവേശവും പ്രതീക്ഷയും ജനിപ്പിക്കുന്ന ഒരു പുതിയ പ്രവണതയും പ്രതിഭാസവുമാണ് ഇതെന്നുള്ളതിനകത്ത് സംശയമില്ല. അല്ല, നമുക്ക് ഇന്ന് ഓരോരുത്തരും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്കതിൽ വിലയിരുത്തൽ നടത്താൻ പറ്റുള്ളൂ. നാളെ ഇതെന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് പൂന്താനം എഴുതിയിട്ടുള്ള വരികളുണ്ടല്ലോ, അതേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ കാത്തിരുന്ന് കാണുക. എന്തിനേയും സംശയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇവർ വളരെ നല്ല സജീവമായ ധീരമായ ഒരു നിലപാടെടുക്കുന്നു. അതിന് നമ്മൾ പ്രയോജനപ്പെടുക. നാളെ നമ്മൾ തന്നെ എന്തായി തീരുമെന്ന് ആർക്കറിയാം? നമ്മൾ നേരെ ചൊവ്വയ്ക്ക് നമ്മൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തോട് നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമ്മളെ സ്വയം ശാസിക്കാം. അതിനപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല.